നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് മേപ്പാടി മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ 10 മണിക്കൂർ ചെളിയിൽ പുതഞ്ഞുകിടന്ന യുവാവിനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തുന്നത് ചാനലുകളിലൂടെ ലൈവായി കണ്ടവരാണ് മലയാളികൾ. മണ്ണിൽ പുതഞ്ഞ് രക്ഷിക്കാൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. രക്ഷാപ്രവർത്തകർക്ക് ഇദ്ദേഹത്തിന് അരികിലേക്ക് എത്താൻ സാധിക്കാതെ പോയതായിരുന്നു പ്രശ്നമായി മാറിയത്. ഉരുൾപൊട്ടി കല്ലും മണ്ണുമെല്ലാം വീടുകളും മറ്റും തകർത്തുകൊണ്ടൊഴുകിയ സ്ഥലത്തിന് സമീപത്തെ ചെളിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു യുവാവിനെ കണ്ടെത്തിയത്. നെഞ്ചോട് ചേർത്ത് ശരീരത്തിൽ കെട്ടി ജീവിതത്തിലേക്ക് അരുണിനെ പൊക്കിയെടുക്കുകയായിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിബിൻ ദാസ്. മരണം തൊട്ടുമുന്നിലെത്തിയ അയാൾക്ക് അങ്ങനെ നിബിൻ ദാസ് പുതുജീവനകി. കേരളം ഒന്നടങ്കം വാഴ്ത്തിയ മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനത്തെ പറ്റി അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. രാവിലെ 10 മണിയോടെയാണ് സുൽത്താൻ ബത്തേരിയിലെ സ്റ്റേഷൻ ഓഫീസറായ നിതീഷ് സർ ഒരാൾ ചെളിയിൽ അകപ്പെട്ട് കിടപ്പുണ്ടെന്ന് പറയുന്നത്. ഒന്നും ആലോചിക്കാതെ ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു. മുണ്ടക്കൈ UP സ്കൂളിന് സമീപമായിരുന്നു സംഭവം. കുത്തിയൊലിച്ച് പുഴ ഒഴുകുകയാണ്. ദൂരെ നിന്ന് ഒരാൾ ദേഹമാസകലം ചെളിയുമായി കൈ ഉയർത്തി കാണിക്കുന്നത് കാണാമായിരുന്നു. പക്ഷേ പുഴ മുറിച്ച് അയാളുടെ ഭാഗത്തേക്ക് പോകാൻ സംവിധാനങ്ങളൊന്നുമില്ല. കണ്ടപ്പോൾ തന്നെ വലിയ ഭയം തോന്നിയെന്ന് പറയുന്നതാകും സത്യം. അങ്ങനെയൊരു കാഴ്ചയായിരുന്നു. അങ്ങോട്ടേക്ക് പോകുന്നത് ദുഷ്കരമാണെന്ന് അവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഇറങ്ങിയാൽ നമ്മൾ മുങ്ങിപ്പോകുന്ന സ്ഥിതിയാണ്. പാലം കെട്ടാനായി ഞങ്ങൾ മരം മുറിച്ചിട്ട് ഒരു ശ്രമം നടത്തി. എന്നാൽ കുത്തിയൊലിച്ചൊഴുകുന്ന മലവെള്ളപ്പാച്ചിലിനൊപ്പം മരവും ഒലിച്ചുപോയി. എങ്ങനെ അയാൾക്ക് അരികിലേക്ക് എത്താമെന്ന് പലതവണ ചിന്തിച്ചു. ഒടുവിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഏണി അവിടേക്ക് കൊണ്ടുവന്നു. ഏണിയിലൂടെ പതിയെ ഞങ്ങളുടെ സംഘം ചെറുപ്പക്കാരനെ ലക്ഷ്യമാക്കി നടന്നു. 1-2 രക്ഷാപ്രവർത്തകരും ഞങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്നു. ഒടുവിൽ യുവാവ് കിടക്കുന്നതിന് 20 മീറ്റർ അരികെ ഞങ്ങളെത്തി. എന്നാലും അവിടെ എത്തുന്നത് അല്പം പ്രയാസകരമായിരുന്നു. പലരും അവനെ രക്ഷിക്കാനായി അടുത്തേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും മുങ്ങിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് രണ്ടും കൽപ്പിച്ചിറങ്ങാൻ ഞാൻ തീരുമാനിച്ചു. ആദ്യം നെഞ്ചത്തൊരു കയർ കെട്ടി 2 വടി ഇരുകൈകളിലും കുത്തിപ്പിടിച്ചു. കയറിൽ ആഞ്ഞു പിടിച്ചോളണമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. വസ്ത്രം അഴിച്ചുമാറ്റി ജാക്കറ്റ് മാത്രം ധരിച്ചു. ശരിക്കും മരണം മുന്നിൽ കണ്ടാണ് അവന്റെ അരികിലേക്ക് എത്തിയത്. നീന്താനൊന്നും പറ്റില്ലായിരുന്നു. കാരണം വെള്ളമല്ല, ചെളിയാണ് മുഴുവൻ. ചെളി കാലിൽ പുതഞ്ഞാൽ പിന്നെ നീന്താൻ കഴിയില്ലല്ലോ. മരത്തടികളടക്കം പല വസ്തുക്കളും പുഴയുടെ അടിയിലുണ്ട്. ഇതെല്ലാം കൊണ്ട് കാലൊക്കെ മുറിഞ്ഞിരുന്നു. അവനെ കയ്യിലെടുക്കുമ്പോൾ കണ്ണും കാലുമൊക്കെ മുറിഞ്ഞിരുന്നു. വിശാൽ സർ അദ്ദേഹത്തിന്റെ ജാക്കറ്റ് ഊരിത്തന്നു. ആ ജാക്കറ്റാണ് അവനെ ധരിപ്പിച്ചത്. തിരികെ അവനെ കൊണ്ടുവരുന്നതും ഏറെ ബുദ്ധിമുട്ടായിരുന്നു. എന്റെ ശരീരത്തിന്റെ പുറത്ത് അവനെ കിടത്തി വലിച്ചാണ് ഇപ്പുറത്തേക്ക് എത്തിച്ചത്. ഒടുവിൽ പാറയോട് അവനെയും എന്നെയും അടുപ്പിച്ചു. രക്ഷാദൌത്യത്തിനിടെ പരിക്ക് പറ്റിയ നിബിൻ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിരുന്നു. അരുൺ ആശുപത്രി കിടക്കുന്നെന്ന് നന്ദി പറയാനായി 2 തവണയാണ് നിബിനെ വിളിച്ചത്. അരുണിന്റെ അമ്മ വീഡിയോ കോളിൽ വിളിച്ച് തന്റെ മകനെ രക്ഷിച്ച മനുഷ്യനെ കണ്ട് പൊട്ടിക്കരഞ്ഞു. നാട്ടിൽ നിബിനെ തേടി അഭിനന്ദന പ്രവാഹമാണ് എത്തുന്നത്. ആദ്യം നിബിൻ യുവാവിനെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തുമ്പോഴെല്ലാം ഈ യുവാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് തന്റെ കുടുംബം ഒന്നാകെ പോയി, താൻ മാത്രം രക്ഷപ്പെട്ടിട്ട് എന്തു ചെയ്യാനാണ് എന്നായിരുന്നു നിബിനോട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. അരുണിനെ മാത്രമേ ആ കുടുംബത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള സങ്കടവും പേറിയാണ് നിബിൻ അവിടെ നിന്നും തിരികെ നടന്നത്. എന്നാൽ ആശുപത്രിയിൽ നിന്ന് തേടിയെത്തിയ വീഡിയോ കോളിൽ അമ്മ ഒപ്പമുണ്ടായിരുന്നു എന്നത് ഏറെ സന്തോഷിപ്പിക്കുന്ന ഒന്നായി മാറുകയായിരുന്നു. തൊട്ടടുത്ത് തന്നെ സഹോദരിയും കണ്ടെത്തിയെന്നായിരുന്നു അരുൺ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.